The Race by Nisha Punjabi. പാഠഭാഗം മലയാളത്തിൽ. Tarun was a mediocre student. His grades could barely satisfy his parents, and he was not a good singer, dancer, painter, or even an actor. He always thought of himself as the black sheep of the family. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. But Tarun was never good at anything like that. തരുൺ ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു. അവൻ്റെ ഗ്രേഡുകൾക്ക് മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, അവൻ നല്ലൊരു ഗായകനോ നർത്തകനോ ചിത്രകാരനോ അല്ലെങ്കിൽ നടനോ പോലും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ഒന്നിനും കൊള്ളാത്തവനാണ് താനെന്ന് അവൻ കരുതിയിരുന്നത്. ഒരു പ്രമുഖ കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദം നേടുന്ന ജ്യേഷ്ഠൻ കുടുംബത്തിന് എന്നും അഭിമാനമായിരുന്നു. എന്നാൽ തരുൺ അങ്ങനെ ഒന്നിലും മിടുക്കനായിരുന്നില്ല. However, he was blessed with the strength of a great athlete. He was an excellent runner. He would run for hours, be day or night. Whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent-up emotions. At times, he would miss his school bus and would then run to school, which was 5 miles away from his home. He just had one dream: to become the fastest runner in the world. Tarun did not know how to achieve his dream. On the one hand, his parents hated his running and wanted him to concentrate more on his studies, which he never did. On the other hand, he belonged to a middle-class family, and Tarun knew that to achieve his dream, he needed an intensive training, the amount for which was well beyond his family's reach. എന്നിരുന്നാലും അവനൊരു മികച്ച കായിക താരമായിരുന്നു. അവനൊരു മികച്ച ഓട്ടക്കാരനായിരുന്നു. പകലോ രാത്രിയോ ആകട്ടെ അവൻ മണിക്കൂറുകളോളം ഓടും. അവന് വിഷമമോ ഒറ്റപ്പെടലോ തോന്നുമ്പോഴെല്ലാം തളരും വരെ അവൻ ഓടി. അങ്ങനെ അവൻ തൻ്റെ അടക്കിപ്പിടിച്ച വികാരങ്ങളെല്ലാം വിട്ടയച്ചു. ചില സമയങ്ങളിൽ അവൻ തൻ്റെ സ്കൂൾ ബസ് മിസ് ചെയ്തിരുന്നു. തുടർന്ന് അവൻ വീട്ടിൽ നിന്ന് 5 മൈൽ ദൂരെയുള്ള സ്കൂളിലേക്ക് ഓടിയിരുന്നു. അവൻ ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനാകുക. തൻ്റെ സ്വപ്നം എങ്ങനെ നേടണമെന്ന് തരുണിന് അറിയില്ലായിരുന്നു. ഒരു വശത്ത് അവൻ്റെ ഓട്ടത്തിനോടുള്ള താല്പര്യം മാതാപിതാക്കൾ വെറുത്തിരുന്നു. മാത്രമല്ല, അവൻ ഒരിക്കലും ചെയ്യാത്ത തൻ്റെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. മറുവശത്ത് അവനൊരു ഇടത്തരം കുടുംബത്തിൽപ്പെട്ട കുട്ടിയായിരുന്നു. തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് തനിക്ക് തീവ്രമായ പരിശീലനം ആവശ്യമാണെന്ന് തരുണിന് അറിയാമായിരുന്നു. അതിനുള്ള തുക തൻ്റെ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. When Tarun failed in his terminal examinations, his father was very angry with him. His friends too made fun of him. It was a day he wanted to wipe out from his memory, and so he took to running. He ran all around the park. The sun beat down to check his rage, but nothing could stop Tarun. After about an hour, he was fully exhausted, and his fury having subsided, he threw himself on a bench and started panting heavily. തരുൺ ടെർമിനൽ പരീക്ഷകളിൽ പരാജയപ്പെട്ടപ്പോൾ അവൻ്റെ പിതാവ് അവനോട് വളരെ ദേഷ്യപ്പെട്ടു. അവൻ്റെ സുഹൃത്തുക്കളും അവനെ കളിയാക്കി. ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയാൻ അവൻ ആഗ്രഹിച്ച ദിവസമായിരുന്നു അത്. അതിനാൽ അവൻ ഒരു പാർക്കിന് ചുറ്റും ഓടാൻ തുടങ്ങി. അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനെന്ന പോലെ സൂര്യൻ കത്തി ജ്വലിച്ചു. പക്ഷെ ഒന്നിനും തരുണിനെ തടയാനായില്ല. ഏകദേശം 1 മണിക്കൂറിന് ശേഷം അവൻ പൂർണ്ണമായും തളർന്നു. അവൻ്റെ ക്രോധമൊക്കെ ശമിച്ചു. അവനൊരു ബെഞ്ചിലേക്ക് തളർന്നു കിടന്നു. എന്നിട്ട് ശ്വാസം ആയിച്ചു വിടാൻ തുടങ്ങി. Suddenly, he heard a voice at his elbow. "What is it, son?" Tarun turned to his left, and there sat a man of about 60. "I failed in 2 subjects," he replied in a depressed tone. പെട്ടെന്ന് തരുണിൻ്റെ കൈമുട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. "എന്താ കുട്ടി?" തരുൺ ഇടത്തോട്ട് തിരിഞ്ഞപ്പോൾ 60ഓളം വയസ്സുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നു. "ഞാൻ 2 വിഷയങ്ങളിൽ പരാജയപ്പെട്ടു," അവൻ വിഷാദ സ്വരത്തിൽ മറുപടി നൽകി. The man smiled sympathetically and said, "Life is full of ups and downs, my boy. By the way, I am Ramnarayan, and you are one of the best runners I have ever seen."
ആ മനുഷ്യൻ സഹതാപത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതം ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞതാണ് എൻ്റെ കുട്ടി. പറയട്ടെ, ഞാൻ രാംനാരായൺ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഓട്ടക്കാരിൽ ഒരാളാണ് നീ. രാംനാരായൺ? രാംനാരായൺ? Are you the same Ramnarayan who won an Olympic medal in the 400-meter race in the 1960s? Tarun could not hide his excitement. രാംനാരായണനോ? 1960കളിലെ 400 മീറ്റർ ഓട്ടമത്സരത്തിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ അതേ രാംനാരായണനാണോ താങ്കൾ? തരുണിന് തൻ്റെ ആവേശം മറച്ചുവെക്കാനായില്ല. യെസ്, back came the reply. Tarun was dazzled. Son, I have been watching you for the past 45 minutes, continued Ramnarayan, and I see a good future in you. Tarun could not help but blush. All you need to do is keep that passion burning in you and never give up. Have you joined some training school? The man inquired. അതേ എന്ന് പുറത്തു തട്ടിക്കൊണ്ട് അദ്ദേഹം മറുപടി കൊടുത്തു. തരുൺ അന്താളിച്ചു നിന്നു. കുട്ടി, കഴിഞ്ഞ 45 മിനിറ്റുകളായി ഞാൻ നിന്നെ നിരീക്ഷിക്കുന്നു, രാംനാരായൺ തുടർന്നു. നിന്നിൽ നല്ലൊരു ഭാവി ഞാൻ കാണുന്നു. തരുണിന് ഇത് കേട്ടപ്പോൾ നാണിക്കാതിരിക്കാനായില്ല. നീ ചെയ്യേണ്ടത് ഈ അഭിനിവേശം നിന്നിൽ ജ്വലിച്ചു നിർത്തുക എന്നതാണ്. ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. നീ ഏതെങ്കിലും പരിശീലന സ്കൂളിൽ ചേർന്നിട്ടുണ്ടോ? ആ മനുഷ്യൻ ചോദിച്ചു. തരുൺ സ്മൈൽ ഫേഡഡ് and he seemed distraught. A training school is very expensive, sir, and I am unemployed, said Tarun, feeling happy that he could joke even in these circumstances. But Ramnarayan seemed pretty serious. I will train you if you want, but I put forward a condition. തരുണിൻ്റെ പുഞ്ചിരി മാഞ്ഞു. അവൻ അസ്വസ്ഥനായി. ഒരു ട്രെയിനിങ് സ്കൂൾ വളരെ ചിലവേറിയതാണ് സർ. ഞാൻ തൊഴിൽ രഹിതനാണ്. ആ സാഹചര്യത്തിലും തമാശ പറയാൻ തനിക്ക് കഴിയുമല്ലോ എന്ന സന്തോഷത്തോടെ തരുൺ പറഞ്ഞു. എന്നാൽ രാംനാരായൺ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? Tarun's voice showed curiosity and anxiety. There is a race on Children's Day at the Nehru Stadium. Children of your age are competing there. If you participate and win that race, I promise I will start training you, said Ramnarayan. തരുൺ ചോദിച്ചു, എന്താണ് താങ്കളുടെ നിബന്ധന? തരുണിൻ്റെ ശബ്ദത്തിൽ ആകാംക്ഷയും ഉത്കണ്ഠയും നിറഞ്ഞിരുന്നു. ശിശുദിനത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഓട്ടമത്സരം നടത്തുന്നുണ്ട്. നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ അവിടെ മത്സരിക്കുന്നുമുണ്ട്. നീ ആ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചാൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാൻ തുടങ്ങുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു, രാംനാരായൺ പറഞ്ഞു. That is no big deal. I can do it, can't I? thought Tarun. I will, sir, he heard himself saying with complete conviction. Fine boy, it is my job to get you entry in the race, and remember, yours to win it. Tell me, what is your name? asked Ramnarayan. അതൊന്നും വലിയ കാര്യമല്ല, എനിക്കിത് ചെയ്യാൻ കഴിയും അല്ലേ? തരുൺ ചിന്തിച്ചു. ഞാൻ ചെയ്യും സാർ, പൂർണ്ണ ബോധ്യത്തോടെ അവൻ പറഞ്ഞു. നന്നായി കുട്ടി, ഓട്ടമത്സരത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്നത് എൻ്റെ ജോലിയാണ്, വിജയിക്കുക എന്നത് നിൻ്റെയും. പേരെന്താണ് നിന്നോട് പറയൂ, രാംനാരായൺ ചോദിച്ചു. തരുൺ കപൂർ സർ. തരുൺ, I will meet you here after 5 days to give you your participation card. All the best, said Ramnarayan and left. On the way home, Tarun thought that if his father had not scolded him, he wouldn't have got this opportunity. തരുൺ കുമാർ സാർ. തരുൺ, നിന്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് തരാൻ 5 ദിവസത്തിന് ശേഷം ഞാൻ നിന്നെ ഇവിടെ വെച്ച് കാണാം. എല്ലാ ആശംസകളും എന്ന് നേർന്നുകൊണ്ട് രാംനാരായൺ പോയി. വീട്ടിലേക്കുള്ള യാത്രയിൽ അച്ഛൻ തന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ തനിക്ക് ഈ അവസരം ലഭിക്കുമായിരുന്നില്ല എന്ന് തരുൺ കരുതി. The next day brought a new ray of hope. Tarun got up early, had milk, and before his mother could finish her query on what he was up to, he ran out and went to the Nehru Stadium to check the details of the race. He was very happy indeed. അടുത്ത ദിവസം പ്രതീക്ഷയുടെ പുതുകിരണങ്ങൾ കൊണ്ടുവന്നു. തരുൺ അതിരാവിലെ എഴുന്നേറ്റ് പാൽ കുടിച്ചു. അവൻ എന്താണ് ചെയ്യുന്നതെന്ന അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് അവൻ ഓടി. ഓട്ട മത്സരത്തിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാനുള്ള ഓട്ടമായിരുന്നു അത്.
അവൻ ശരിക്കും സന്തോഷവാനായിരുന്നു. Tarun started practicing zealously. Every day he would get up at 4 in the morning and run up to 10 miles. In the evenings, he would time himself according to the 1,000-meter distance prescribed by the competition. He wanted everything to be perfect. It was for the first time in his life that he was demanding such perfection in things he did, he thought. He always wanted someone to back him up, and so he told everything to his mother. തരുൺ തീവ്രമായി പരിശീലിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പുലർച്ചെ 4 എഴുന്നേറ്റ് 10 മൈൽ വരെ ഓടും. വൈകുന്നേരങ്ങളിൽ മത്സരം നിശ്ചയിച്ചിട്ടുള്ള 1000 മീറ്റർ ദൂരമനുസരിച്ച് പരിശീലിക്കുവാൻ സമയം കണ്ടെത്തി. എല്ലാം തികഞ്ഞതായിരിക്കണം അവൻ്റെ പരിശീലനം എന്നവൻ ആഗ്രഹിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇത്രയും കൃത്യത വേണമെന്ന് തരുൺ ചിന്തിക്കുന്നത്. ആരെങ്കിലും ഒരു പിന്തുണ നൽകണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതിനാൽ അമ്മയോട് അവനെല്ലാം തുറന്നു പറഞ്ഞു. Tarun practiced vigorously for 5 days and then promptly met Ramnarayan to collect his participation card. He gazed at the piece of paper on which his name had been printed boldly. It meant so much to him. However hard, I must win this race, thought he. തരുൺ 5 ദിവസം കഠിനാധ്വാനം ചെയ്തു. തുടർന്ന് ഉടൻ തന്നെ രാംനാരായണനെ കണ്ട് പാർട്ടിസിപ്പേഷൻ കാർഡ് വാങ്ങുവാനായി പോയി. കാർഡിൽ തൻ്റെ പേര് വലിയ അക്ഷരങ്ങളിൽ അച്ചടിച്ചിരിക്കുന്നത് കുറച്ചു നേരം നോക്കി. അതവനെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എത്ര കഠിനമായാലും ഈ ഓട്ടത്തിൽ എനിക്ക് ജയിക്കണം, അവൻ ചിന്തിച്ചു. He wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. മാത്രമല്ല, താൻ യഥാർത്ഥത്തിൽ കുടുംബത്തിലെ ഒന്നിനും കൊള്ളാത്തവനല്ലെന്നും തനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നും പിതാവിനെ കാണിക്കാൻ അവൻ ആഗ്രഹിച്ചു. It was 14th November. Bowing low for the blessing of his mother, Tarun pedaled away to the stadium. There was a huge crowd waiting to go inside. Tarun entered the office where a signboard read "Participants only," with his heart beating faster every second. Inside, there were about 50 participants waiting for the race to begin. നവംബർ 14 മത്സരം. അമ്മയുടെ അനുഗ്രഹം വാങ്ങി അവൻ സ്റ്റേഡിയത്തിലേക്ക് പോയി. അകത്തേക്ക് കയറാൻ വൻ ജനാവലി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. പങ്കെടുക്കുന്നവർ മാത്രം എന്ന സൈൻ ബോർഡുള്ള ഓഫീസിലേക്ക് തരുൺ പ്രവേശിച്ചു. ഓരോ സെക്കൻഡിലും ഹൃദയമിടിപ്പിന്റെ വേഗത കൂടുന്നതായി അവന് തോന്നി. 50ഓളം പേർ മത്സരത്തിൽ പങ്കെടുക്കുവാനായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. He felt someone patting him on the shoulders. "Hello, Tarun." It was Ramnarayan. "All the best," he said affectionately. Tarun smiled at him but did not say a word. Fear had gripped him from head to foot. ആരോ തൻ്റെ തോളിൽ തട്ടുന്നത് പോലെ അവന് തോന്നി. "ഹലോ തരുൺ." അത് രാംനാരായൺ ആയിരുന്നു. എല്ലാ ആശംസകളും അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു. തരുൺ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷെ ഒന്നും തന്നെ പറഞ്ഞില്ല. ഭയം അവനെ അടിമുടി പിടികൂടിയിരുന്നു. All the participants lined up. Every face glittered with the hope of winning the race. Each one of them had his family and friends in the stands to cheer for him. To his amazement, Tarun caught sight of his mother in the stands. The fear in his eyes gave way to confidence. The whistle blew and all the participants started off with all their might. They were all determined to be the winner of the race. And the lead was the fastest of them all, Tarun. Seeing himself ahead of everybody, Tarun felt very proud of himself. പങ്കെടുക്കേണ്ടവരെല്ലാം അണിനിരന്നു. മത്സരത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ഓരോ മുഖവും തിളങ്ങി. ഓരോരുത്തർക്കൊപ്പവും അവരവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അവരെ പ്രോത്സാഹിപ്പിക്കുവാനായി എത്തിയിരുന്നു. തരുണിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ അമ്മയും അവരുടെ കൂട്ടത്തിൽ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിലെ ഭയം ആത്മവിശ്വാസത്തിന് വഴിമാറി. വിസിൽ മുഴങ്ങി. പാർട്ടിസിപ്പൻസ് എല്ലാം അവരുടെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് ഓടാൻ തുടങ്ങി. മത്സരത്തിൽ വിജയിക്കാൻ എല്ലാവരും തീരുമാനിച്ചിരുന്നു. എല്ലാവരെക്കാളും മുന്നിൽ താനാണെന്ന് കണ്ട് തരുണിന് അഭിമാനം തോന്നി. On the track, there was a shallow path. As he was running fast, Tarun did not notice that and he slipped. Breathing fast, he saw the other kids going past him. He could not be a loser today. And so without wasting a second, he got up to run once more. Being quick, Tarun overtook a few kids ahead of him. But as fate had it, he slipped once again.
എന്നാൽ ട്രാക്കിലൊരു ആഴം കുറഞ്ഞ പാത ഉണ്ടായിരുന്നു. വേഗത്തിൽ ഓടിയതിനാൽ തരുൺ അത് ശ്രദ്ധിക്കാതെ വഴുതി വീണു. മറ്റു കുട്ടികൾ അവനെ മറികടന്നു പോകുന്നത് വേഗത്തിൽ നിശ്വസിച്ചുകൊണ്ട് അവൻ കണ്ടു. ഇന്ന് അവന് തോൽക്കാനാവില്ല. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ ഒരിക്കൽ കൂടി ഓടാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ തരുൺ കുറച്ച് കുട്ടികളെ മറികടന്നു. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. അവൻ ഒരിക്കൽ കൂടി വഴുതി വീണു. വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം? ഹി കുഡ് നോട്ട് ബെയർ ഇറ്റ്. He looked into the crowd and saw his mother. She was saying something to him. Get up, son. Get up and run. അവൻ എന്താണ് സംഭവിക്കുന്നത്? അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആൾക്കൂട്ടത്തിലേക്ക് നോക്കി. അമ്മയെ കണ്ടു. അമ്മ അവനോട് പറയുന്നുണ്ടായിരുന്നു, മകനെ എഴുന്നേറ്റ് ഓടൂ. Tarun got up once again. He was among the last few. But he did not give up. Once more he overtook some children. Since he was frightened a little too much, he fell a third time. Tears were rolling down his cheeks. How will he get into Ramnarayan's training now? How will he prove to his parents that he was talented? He was the last kid on the track now. He turned his eyes towards the stands. Then he heard Ramnarayan screaming from somewhere. Come on, Tarun, run! Tarun ഒരിക്കൽ കൂടി എഴുന്നേറ്റു. അവസാനത്തെ ചില കുട്ടികളിലായിരുന്നു അവൻ. പക്ഷേ അവൻ വിട്ടില്ല. വീണ്ടും അവൻ ചില കുട്ടികളെ മറികടന്നു. എന്നാൽ അവൻ കുറച്ചധികം വിഷമിച്ചിരുന്നതിനാൽ അവൻ മൂന്നാമതും വീണു. അവൻ്റെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ഇനി അവൻ എങ്ങനെ രാംനാരായണന്റെ പരിശീലന ക്ലാസ്സിൽ പ്രവേശിക്കും? താൻ കഴിവുള്ളവനാണെന്ന് എങ്ങനെ തൻ്റെ മാതാപിതാക്കളോട് തെളിയിക്കും? ഇപ്പോൾ ട്രാക്കിലെ അവസാന കുട്ടിയായിരുന്നു അവൻ. അവൻ സ്റ്റാൻഡിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ എവിടെ നിന്നോ രാംനാരായൺ പറയുന്നത് അവൻ കേട്ടു. തരുൺ, എഴുന്നേറ്റ് ഓടൂ. ആൻഡ് സോ ഹി ഗോട്ട് അപ്പ് എ തേർഡ് ടൈം. This 12-year-old determined boy who was last on the track got up and ran with all the strength he had. അങ്ങനെ അവൻ മൂന്നാമതും എഴുന്നേറ്റ് ഓടി. ട്രാക്കിലെ അവസാനക്കാരനായ നിശ്ചയദാർഢ്യമുള്ള ഈ 12 വയസ്സുകാരൻ കുട്ടി എഴുന്നേറ്റ് തൻ്റെ സർവ്വശക്തിയും എടുത്ത് ഓടി. The crowd was cheering for Pawan, the boy who had won the race. But to Tarun's surprise, there was a loud applause when he crossed the finishing line last. The audience cheered for his determination and his valor for never giving up. ഓട്ടമത്സരത്തിൽ വിജയിച്ച പവൻ എന്ന കുട്ടിക്ക് വേണ്ടി ജനക്കൂട്ടം ആർത്തു വിളിച്ചു. എന്നാൽ തരുണിനെ അമ്പരിപ്പിച്ചുകൊണ്ട് അവസാനം ഫിനിഷിംഗ് ലൈൻ കടന്ന അവന് വേണ്ടിയും വലിയ കരഘോഷമുയർന്നു. അവൻ്റെ നിശ്ചയദാർഢ്യത്തെയും ഒരിക്കലും തളരാത്ത വീര്യത്തെയും കാണികൾ പ്രോത്സാഹിപ്പിച്ചു. He bowed his head with shame and said to Ramnarayan, I am sorry, sir. I lost. No, son. To me, you have won the toughest race, the race of your life. You got up and started afresh each time you fell. You are a real life hero. Your training starts tomorrow. Tarun could not believe his ears. Tears filled his eyes again. He smiled at his mother, who hugged him and said, You are the best son in the world. അവൻ ലജ്ജയോടെ തല കുനിച്ചുകൊണ്ട് രാംനാരായണനോട് പറഞ്ഞു, ക്ഷമിക്കണം സർ, ഞാൻ തോറ്റു. അല്ല മകനെ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഓട്ടമത്സരത്തിൽ നീ വിജയിച്ചിരിക്കുന്നു. ഓരോ തവണ വീഴുമ്പോഴും നീ എഴുന്നേറ്റ് പുതുതായി തുടങ്ങി. നീ ഒരു യഥാർത്ഥ ജീവിത നായകനാണ്. നിന്റെ പരിശീലനം നാളെ ആരംഭിക്കും. തരുണിന് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. അവൻ്റെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നീയാണ് ലോകത്തിലെ ഏറ്റവും നല്ല മകൻ എന്ന് പറഞ്ഞ അമ്മയെ നോക്കി അവൻ പുഞ്ചിരിച്ചു. താങ്ക് യു.